സംസ്ഥാനത്ത് മഴ തുടരും. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് നൽകിയിട്ടുള്ളത്. ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. മലയോര തീരദേശ നിവാസികൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് മറ്റ് മഴ മുന്നറിയിപ്പുകൾ? വിഷ്ണു, സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ്. വിവിധ ജില്ലകൾക്ക് ഓറഞ്ച്, റെഡ്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മലബാർ മേഖല, അതായത് വടക്കൻ കേരളത്തിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ്, അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് അടക്കം വിവിധ ജില്ലകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നിലവിലെ മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലം ഇരിക്കുന്നത്. പ്രധാനമായും വടക്കൻ കേരളം കേന്ദ്രീകരിച്ചാണ് മഴ മുന്നറിയിപ്പ്, അതായത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും മഴ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി ജാഗ്രതാ നിർദ്ദേശം അടക്കം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ഈ നീർച്ചാലുകൾ പൊന്തുന്ന സ്ഥലത്ത്, അതായത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സ്ഥലത്തും തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലുമെല്ലാം ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ മഴ വരുന്ന 5 ദിവസം ശക്തമായി തന്നെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകളുടെ വരും ദിവസങ്ങളിലേക്കും ഈ 5 ദിവസത്തിലും വിവിധ ജില്ലകൾക്ക് റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉരുൾപൊട്ടൽ മേഖലകളിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നൊരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് തീരദേശ മേഖലകൾ, പ്രധാനമായും ഈ 2 സ്ഥലങ്ങളാണ്, ഉരുൾപൊട്ടലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളടക്കമാണ് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ സാഹചര്യമുണ്ടെങ്കിൽ അതത് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശവും കൂടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകൾക്ക് അവധി അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പ്രഖ്യാപിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റം ഇല്ല എങ്കിൽ പോലും വയനാട് ജില്ലകളിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ മഴ വീണ്ടും ശക്തമാകുന്നൊരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. വടക്കൻ കേരളം കേന്ദ്രീകരിച്ചാണ് ശക്തമാകുന്നത്. എന്നാൽ തലസ്ഥാന നഗരി അടക്കമുള്ള ജില്ലകളിൽ നിലവിലും മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാഗ്രത ഒട്ടും കൈവിടാൻ പാടില്ല. ഈ ഉരുൾപൊട്ടൽ മേഖലകൾ അടക്കമുള്ള സ്ഥലങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും മറ്റ് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. എന്നാലും വരുന്ന 5 ദിവസം മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. വിഷ്ണു, ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.